Hey guys, travel with automobile thoughts in the പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ദുബായിൽ നിന്നിരുന്ന ആദ്യത്തെ വീഡിയോ ആണിത്. നമ്മൾ ലാസ്റ്റ് വീഡിയോ ചെയ്തത് 2 കൊല്ലം മുന്നെയാണ്. ലാസ്റ്റ് ഞാനെന്തോ ഗോവയിൽ പോയ വീഡിയോ ആണ്. എന്തോ ഫാക്ടറിയോ എന്തോ ഉണ്ട്, അതിൻ്റെ സൗണ്ടാണ് ഈ കേൾക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പോണത് മാലപ്പമ്പേറ്റിലേക്കാണ്. താമസിക്കുന്ന അൽക്കൂസാണ്. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെയാണ് ഈ മാലപ്പം ബ്രിഡ്ജ് വരുന്നത്. അധികം ദൂരമില്ല, പക്ഷെ നമുക്ക് മെട്രോ കയറി പോകേണ്ടതുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ബസ് സ്റ്റേഷനിൽ വന്നു. ബസ് സ്റ്റേഷനിൽ നിന്ന് വേറെ ബസ് എടുത്തിട്ട് വേണമെങ്കിൽ എനിക്ക് മെട്രോൻ്റെ സ്റ്റേഷനിലേക്ക് പോകാം. മെട്രോ എടുത്തിട്ട് മാലപ്പം ബ്രിഡ്ജിലേക്ക് പോകാം. പക്ഷേ അവിടെ ബസ്സൊന്നും ഞാൻ കണ്ടില്ല മെട്രോ സ്റ്റേഷനിലേക്കുള്ള. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ നടക്കാമെന്ന് വിചാരിച്ചത്. 5 മിനിറ്റ് നടക്കേണ്ട കാര്യമുള്ളൂ. അത് നടന്നു കഴിഞ്ഞാൽ നമുക്ക് മെട്രോ സ്റ്റേഷനിലെത്താം. അവിടുന്ന് മാലപ്പം ബ്രിഡ്ജിലേക്ക് പോകാം. ഈ പോണ വഴിയിൽ കുറച്ച് കാഴ്ചകളുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഈ ഭാഗത്ത് കാണുന്നത് ഒരു പുതിയ ഷോറൂമാണ്, ലക്ഷറി കാർസിൻ്റെ ഒരു ഷോറൂമാണ്. ഇവിടെ ഈ ഷോറൂം ഉണ്ടായിരുന്നില്ല. ഇത് വന്നിട്ട് ആകെ 1-2 മാസമായിട്ടേ ഉള്ളൂ. ഈ ഭാഗം കാലിയായിട്ട് കിടക്കുകയായിരുന്നു, അതുപോലത്തെ പഴയ ബിൽഡിങ്ങുകളായിട്ട് കിടക്കുകയായിരുന്നു. ഇപ്പോൾ ഈ ഏരിയയിൽ ഇങ്ങനൊരു സാധനം കൂടി വന്നു. ഇഷ്ടം പോലെ ലക്ഷറി കാർസ് കാണാം നമുക്ക്. ഉള്ളിലായാലും ഓരോ എഡിഷൻസൊക്കെ നമുക്ക് കാണാം. റോൾസ് റോയ്സ്, ബെന്റ്ലി, ഉറൂസ്, ജി വാഗൻ, അങ്ങനെ ഇഷ്ടം പോലെ കളക്ഷൻ കാണാം ഇവിടെ. നിങ്ങളൊരു കാർ ലവർ ആണെങ്കിൽ ദുബായ് ഇസ് ദ ബെസ്റ്റ് പ്ലേസ്. ദുബായിൽ നിങ്ങൾക്ക് ലോകത്തുള്ള എല്ലാ ഭാഗത്തുള്ള കാറുകളും കാണാം. അങ്ങനെ കുറച്ച് ഗുണങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ മാലപ്പം ബ്രിഡ്ജിലേക്ക് പോകുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ സ്കൂളിൽ നമ്മളുടെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആൾക്കാർക്കൊക്കെ ഒരു വൗച്ചർ കാർഡ് കിട്ടിയിരുന്നു 100 ദിറംസിൻ്റെ. അപ്പോൾ അത് റെഡീം ചെയ്യാൻ പോവുകയാണ്. 100 ദിറംസിൻ്റെ വൗച്ചറാണ്. അപ്പോൾ എന്താണെന്ന് അറിയില്ല, പോയി നോക്കാം. നമുക്ക് എന്താ കിട്ടുക, എന്താ മേടിക്കാമെന്നൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. പോയി നോക്കാം. നമ്മളങ്ങനെ ഏകദേശം മെട്രോ സ്റ്റേഷൻ്റെ അടുത്ത് എത്തിയിട്ടോ. ആ കാണുന്നതാണ് മെയിൻ റോഡ്. അതിൻ്റെ അടുത്ത് തന്നെയാണ് മെട്രോ സ്റ്റേഷൻ വരുന്നത്. ദുബായിലെ കാലാവസ്ഥ ഇപ്പം നല്ല കാലാവസ്ഥയാണ് ആക്ച്വലി. അധികം ചൂടുമില്ല. സാധാരണ മാർച്ചിലൊക്കെ ചൂട് തുടങ്ങാറുണ്ട്. ഈ സമയത്ത് ചൂടൊന്നും തുടങ്ങിയിട്ടില്ല. ഇപ്പോഴും നല്ല കാലാവസ്ഥയാണ് പുറത്തിറങ്ങി നടക്കാനും കാര്യങ്ങൾക്കൊക്കെ. ഇവിടെ ശരിക്കൊരു കഫേ ഉണ്ട്, മില്ലിഗ ഗാലറി ആൻഡ് കഫേ എന്ന് പറഞ്ഞിട്ടൊരു ഗാലറി. അത് ശരിക്കും അതിൻ്റെ ഉള്ളിൽ കുറേ കാർസൊക്കെ ഉണ്ട്. ഒരു ദിവസം പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. നല്ല അടിപൊളി കളക്ഷൻസൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ, സൂപ്പർ കാർസും. ഒരു ചെറിയ കഫേയാണ്, പക്ഷേ നല്ല രസമാണ്. നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുന്നവർക്ക് നല്ല അടിപൊളി ഒരു സ്പോട്ടാണ്. നമ്മുടെ ഓൺ പാസീവ് മെട്രോ സ്റ്റേഷൻ്റെ തൊട്ടടുത്താണ്. അതാ പോകുന്നു കേട്ടോ. നമ്മൾ ഏകദേശം എത്താറായി. ഇതൊരു ഫോക്സ് വാഗൻ്റെ ഒരു ഷോറൂമാണ്. പോലെ ഷോറൂംസ് ആണ് കേട്ടോ. ഇത് നമ്മുടെ പോർഷയുടെ ഒരു ഷോറൂമാണ്. ഇവിടെ ഹോഞ്ചിയുടെ ഷോറൂമുണ്ട്, ചൈനീസ് ബ്രാൻഡായിട്ടുള്ള ഹോഞ്ചിയുടെ ഷോറൂമുണ്ട്. നമ്മുടെ ജർമ്മൻ ബ്രാൻഡായിട്ടുള്ള പോർഷയുടെ ഷോറൂമുണ്ട്. അതാണ് നമ്മുടെ മെട്രോ സ്റ്റേഷൻ. ഒരുപാട് പേര് സൈക്കിൾ വെച്ചേക്കുന്ന കാണാം കേട്ടോ ഈ മെട്രോ സ്റ്റേഷനിൽ. ഇവിടെ വന്നിട്ട് ഇവിടുന്ന് ജോലിക്ക് പോകുന്നവരുണ്ട്, അതുപോലെ തിരിച്ചു വരുമ്പോൾ ഇവിടുന്ന് സൈക്കിൾ എടുത്തിട്ട് വീട്ടിൽ പോകുന്നവരുണ്ട്. നമുക്ക് അങ്ങനെ ഉള്ളിലേക്ക് പോകാം. പ്ലാറ്റ്ഫോം നമ്പർ 2-ലാണ് നമ്മുടെ ട്രെയിൻ വരുന്നത്. ഇവിടുന്ന് 2 സ്റ്റോപ്പേ ഉള്ളൂ. ട്രെയിൻ വന്നിട്ടുണ്ടോ എന്തോ അറിയത്തില്ല. ഇല്ല, ട്രെയിനില്ല. കാണുന്നതാണ് ബുർജ് അൽ അറബ് കേട്ടോ. ജുമേര ഭാഗത്തുള്ള ബുർജ് അൽ അറബ് എന്നത്. ഈ കാണുന്നതാണ് ഇവിടുത്തെ ലംബോർഗിനിയുടെ ഷോറൂം കേട്ടോ. ഏഷ്യയിൽ തന്നെ ബിഗ്ഗസ്റ്റ് ഷോറൂം കണ്ടാണ് ലംബോർഗിനിയുടെ.
സ്റ്റേഷനിലെത്തിയിട്ടുണ്ട്. ഇവിടുന്ന് എങ്ങനെയാണ് ബ്രിഡ്ജ് ക്രോസ് ചെയ്തൊന്നു നോക്കാം. അവിടെ നിന്നാട്ടോ അപ്പോൾ നമ്മൾ കറങ്ങി തിരിഞ്ഞിങ്ങനെ വന്ന് ഇവിടെ എത്തി. ഈ കാണുന്നതാണ് മോള്. അതാണ് മെട്രോ സ്റ്റേഷൻ. ഇവിടെ ചെറിയൊരു ലേക്കൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ചെറിയൊരു ലേക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇവർ. ഒരു ബ്രിഡ്ജാണ്. പിന്നെ നമ്മളിതാ മോളിൻ്റെ ഉള്ളിലേക്ക് പോവാം. പുള്ളിക്കാരൻ്റെ കാർഡ് ആക്ടിവേറ്റ് ചെയ്യുക കേട്ടോ. കാർഡ് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഇതാണ് നമുക്ക് കിട്ടിയ വൗച്ചർ. ഞാൻ പറഞ്ഞേ ഇങ്ങനത്തെ ഒരു ATM കാർഡ് പോലെ ഒരു കാർഡാണ്. അത് ആക്ടിവേറ്റ് ചെയ്യാൻ വന്നതാണ്. ആക്ടിവേറ്റ് ചെയ്ത 100 ദിർഹംസിൻ്റെ ഒരു വൗച്ചറാണത്. പുള്ളിക്കാരനാട്ടോ എന്നെ ഹെൽപ്പ് ചെയ്യണേ. അങ്ങനെ അവസാനം സാധനം മേടിച്ചു കേട്ടോ. ഷറഫ് DG എന്നാണ് നമ്മൾ മേടിച്ചത്. നമ്മുടെ എമിറേറ്റ്സ് മോളിലുള്ള ഷറഫ് DG ഷോറൂമിൽ നിന്നാണ് നമ്മൾ മേടിച്ചത്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സെൽഫി സ്റ്റിക്കായിട്ടും അതുപോലെ സ്റ്റാൻഡായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങൾ. ട്രൈപോഡായിട്ട് ഉപയോഗിക്കാം, അതുപോലെ സ്റ്റാൻഡായിട്ട് ഉപയോഗിക്കാം. അങ്ങനത്തെ ഒരു സ്റ്റാൻഡാണ് ഞാൻ മേടിച്ചത്. അപ്പോൾ ഈ 100 ദിർഹംസ് റിഡീം ചെയ്തു. പിന്നെ ബാക്കി ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് ആഡ് ചെയ്തിട്ടാണ് ഇത് മേടിച്ചത്. പുള്ളിക്കാരനെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു കേട്ടോ. കുറേ വട്ടം SMS ചെയ്ത് ആദ്യം ആ കാർഡ് ആക്റ്റീവ് ചെയ്യണം. എന്നിട്ട് നമുക്ക് അവർ സ്കാൻ ചെയ്തിട്ട് അപ്ലൈ പേയ്മെൻറ്റ് പ്രൊസീഡ് ആവുള്ളൂ. അങ്ങനെ കുറേ സമയം എടുത്തു പുള്ളിക്കാരെ ഹെൽപ്പ്. ഡിജിൽ എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരനാണ് ഹെൽപ്പ് ചെയ്തത് കേട്ടോ. പുള്ളിക്കാരൻ ഫിലിപ്പീൻസിൽ നിന്നാണ്. പുള്ളിക്കാരൻ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. കുറേ സമയം എടുത്തു, എന്നാലും റെഡിയായി അവസാനം. പിന്നെ ഞാൻ കാണിച്ചു തരാം. ഇതാണ് അവിടുന്ന് പർച്ചേസ് ചെയ്ത് കേട്ടോ. ഇങ്ങനത്തെ ഒരു ട്രൈപോഡ് വെക്കാം, അതുപോലെ നമുക്ക് സെൽഫി സ്റ്റാൻഡായിട്ട് ഉപയോഗിക്കാം. അങ്ങനത്തെ ഒരു സാധനമാണ്. ഇതൊക്കെ കഴിഞ്ഞ് അവിടുന്ന് ഇറങ്ങി കേട്ടോ. അതാ തിരിച്ചു പോവുകയാണ് മെട്രോ സ്റ്റേഷനിലേക്ക്. ഇവിടെ കുറേ പേര് ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കുന്നതാണ്. വൈകുന്നേരം നേരമായി കഴിഞ്ഞാൽ നമ്മളിതപ്പോൾ ഷാർജയിൽ വന്നതാണ്. സഫാരി മോളിൽ കുറച്ച് എന്തെങ്കിലുമൊക്കെ മേടിക്കാൻ വേണ്ടി വന്നതാണ്. ആകെ മേടിച്ചത് ഈ റവ മാത്രമാണ്. സാധനങ്ങളൊക്കെ അത്യാവശ്യം നല്ല വിലയായിട്ടുണ്ട്. നമ്മൾ തിരിച്ചു പോവാണ്. ഇവിടെ അടുത്തുള്ള നെസ്റ്റോയിൽ വന്നതാണ്. ഇവിടെ ഓഫറൊക്കെ കാണുന്നുണ്ട് കേട്ടോ. കയറിയൊക്കെ തോട് കടഞ്ഞു തന്നെയല്ലേ ഇത് വരിക. ഇതങ്ങനെ നമ്മൾ നെസ്റ്റോന്ന് സാധനമൊക്കെ വാങ്ങി ഇറങ്ങി റൂമിലേക്ക് പോവുകയാണ്. ഇനി ഒരാഴ്ച അച്ഛൻ്റെ അടുത്ത്. നമ്മളതവിടെ അടുത്തുള്ളൊരു പാർക്കിൽ നടക്കാൻ വന്നതാണ് വൈകുന്നേരം. ഞാനും അച്ഛനും പിന്നെ അച്ഛൻ്റെ റൂംമേറ്റും ഉണ്ട്. ഇതാണ് കേട്ടോ മൊബൈലിലാണിത്. കുറച്ചുള്ളിലേക്കായിട്ട്. ഇത് പുതിയൊരു പാർക്കാണ്. ഏകദേശം 1 മാസം കണ്ടായിട്ടേ ഉള്ളൂ ഓപ്പണായിട്ട്. ഇന്നത്തെ നടത്തം. നമ്മൾ വൈകുന്നേരം ഇവിടെ നടക്കാൻ വരാറുണ്ട് ഇപ്പോൾ കുറച്ചായിട്ട്. തൊട്ടടുത്തൊരു പള്ളിയുണ്ട്. കഴിഞ്ഞാൽ അത്യാവശ്യം ആൾക്കാരുണ്ട് കേട്ടോ. അവിടെ പിള്ളേർ കളിക്കുന്നത് കാണാം. പിന്നെ അത്യാവശ്യം നടക്കാനൊക്കെ പറ്റുന്ന സ്ഥലമാട്ടോ. കുറേ പേര് എക്സസൈസ് ചെയ്യാൻ വരും. ഫുട്ബോൾ കളിക്കുന്നുണ്ട് കുറേ പേര്. പിന്നെ ബാസ്കറ്റ് ബോൾ കോർട്ടുണ്ട് ഈ ഭാഗത്ത്. നല്ല മഴക്കാറുണ്ട്. മഴ പെയ്യോ എന്തോ അറിയില്ല. ഈ ചെടികളൊക്കെ കണ്ട് ഇതൊക്കെ ചെറിയ മരങ്ങളായിട്ട് നിൽക്കുകയാണ്. കാരണം ഇതിപ്പോൾ തുറന്നിട്ട് ആകെ 1 മാസമായിട്ടുള്ളൂ എന്ന് പറഞ്ഞില്ലേ ഞാൻ. അപ്പം ഈ ചെടികളൊക്കെ വലുതാവുമായിരിക്കും. എല്ലാം ചെറിയ ചെടികളായിട്ട് നിൽക്കുകയാണ്. ഈ കാണുന്നത് നമ്മുടെ കടലാസ് പൂവാണ് കേട്ടോ. മൊത്തം വീഡിയോ എടുത്ത് നടന്നിട്ട് നടത്താൻ സ്ലോ ആയി. അപ്പോൾ
അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.